ഓണത്തിന് പച്ചക്കറി കർഷകർക്ക് സർക്കാരിന്റെ കൈത്താങ്ങില്ല. പ്രതിഷേധവുമായി തിരുവനന്തപുരം ചെങ്കലിലെ കർഷക കൂട്ടായ്മ കഴിഞ്ഞ വർഷത്തെ ഓണം കൃഷിയുടെ സബ്സിഡി വിഹിതവും ഇതുവരെ നൽകിയില്ലെന്നാണ് ആക്ഷേപം. ചെങ്കൽ കീഴ്ക്കൊല്ല ഏലായിലെ 6 ക്ലസ്റ്ററുകളിലെ കർഷകരാണ് പ്രതിഷേധവുമായി എത്തിയത്. ഓണത്തിന് ദിവസങ്ങൾ മാത്രം അവശേഷിക്കുമ്പോൾ നാളിതുവരെ ഓണത്തിന് സാധാരണ നൽകാറുള്ള ഒരു കൈത്താങ്ങും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ആരംഭിച്ചിട്ടില്ല എന്നതാണ് കർഷകരുടെ പ്രധാന പരാതി. കഴിഞ്ഞ ഓണത്തിന് ക്ലസ്റ്റർ 1 നൽകേണ്ട 1.5 ലക്ഷത്തോളം രൂപയുടെ സബ്സിഡിയും ഇതുവരെയും ലഭിച്ചിട്ടില്ല. ഞങ്ങൾക്ക് ഇവിടെ എന്ന് പറഞ്ഞാൽ 100-ലധികം കർഷകർ നമ്മളെ ഏലായിലുണ്ട്. എല്ലാവരും പച്ചക്കറിയും വാഴയും കൃഷി ചെയ്യുന്നവരാണ്. പിന്നെ നമുക്കിവിടെ പ്രധാന ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ സർക്കാർ നമ്മളെ അവഗണിച്ചതുപോലെയാണ്. കൃഷികളെല്ലാം നശിച്ചു പോകണം. പലരും ഇവിടെ കൃഷിയിൽ നിന്ന് മാറിപ്പോകുന്ന ഒരവസ്ഥയാണ്. പ്രകൃതിക്ഷോഭമായി 2021 മുതൽ ഞങ്ങൾക്ക് യാതൊരു പൈസയും കിട്ടുന്നില്ല. വിള ഇൻഷുറൻസ് 24-25 വർഷത്തെ വിള ഇൻഷുറൻസ് അത് കിട്ടുന്നില്ല. 2025 ഓണക്കാല പച്ചക്കറി കൃഷിക്ക് എന്ന് പറഞ്ഞൊരു സബ്സിഡി ഉണ്ട്. ഹെക്ടർ ഒന്നിന് 25,000 രൂപ ക്രമത്തിൽ. ഈ പൈസയ്ക്ക് അന്ന് അപേക്ഷ കൃഷിഭവനിൽ സ്വീകരിച്ചതല്ലാതെ യാതൊരു പൈസയും നാളിതുവരെ നമുക്ക് കിട്ടിയില്ല. കഴിഞ്ഞ സർക്കാർ മാറിയപ്പോൾ അവസാനം പൈസ എല്ലാം കിട്ടും എന്നാണ് എല്ലാ കർഷകരും പ്രതീക്ഷിച്ചത്. പക്ഷേ യാതൊരു പൈസയും നമുക്കിതുവരെ കിട്ടിയില്ല. വാഴ ഒന്നിന് 100 രൂപ നിരക്കിൽ 10,000-കണക്കിന് വാഴകൾക്കും ഹെക്ടർ കണക്കിന് പച്ചക്കറി കൃഷിക്കുമാണ് നഷ്ടപരിഹാരം നൽകാതെ സർക്കാർ ഒളിച്ചു കളിക്കുന്നത്. മാത്രമല്ല 2023 മുതലുള്ള വിള ഇൻഷുറൻസും മുടങ്ങിക്കിടക്കുകയാണ്. ആത്മഹത്യക്ക് വട്ടായി നിൽക്കുകയാണ് എല്ലാ കർഷകരും. കൃഷി മേഖല മൊത്തത്തിൽ തകർച്ചയിലാണ്. 5 കൊല്ലം കൊണ്ട് ഒരു ആനുകൂല്യം നമുക്ക് കിട്ടുന്നില്ല. പണ്ടാണെങ്കിൽ വാഴ കൃഷിയും പച്ചക്കറിക്കും ചെറിയ ആനുകൂല്യം വന്നുകൊണ്ട് 5 വർഷം കൊണ്ട് ഒരു ആനുകൂല്യം കിട്ടുകയില്ല. വാഴ പൊടിഞ്ഞ പൈസ 2 വർഷത്തെ പൈസ കിട്ടാനുണ്ട്, അതും കിട്ടുന്നില്ല. വെള്ളമില്ല. കൃഷിക്കാർ എന്ത് ചെയ്യും? വേറെ ഒരു മാർഗവും ഇല്ല. ഓരോ ഓണക്കാലം വരുമ്പം ലോഡ് കണക്ക് മലക്കറിയാണ് ഞങ്ങൾ ഇവിടെ നിന്ന് കയറ്റി വിടുന്നത്. എക്സ്പോർട്ടിങ്ങിനും വലിയ സൂപ്പർ മാർക്കറ്റിലും. ഇപ്പോൾ ഒരു സാധനം നമുക്ക് ഉൽപ്പാദിച്ചെടുക്കാൻ പറ്റുന്നില്ല. ഇവിടെ ഇപ്പോൾ ഒരു കർഷകരുടെ ഒരു കൂട്ടായ്മ കൂടിയിരിക്കുന്നത്, പ്രതിഷേധ യോഗമായിട്ടാണ് കൂടിയിരിക്കുന്നത്. കാലാകാലങ്ങളിൽ സർക്കാർ തരേണ്ട കൃഷി ആനുകൂല്യങ്ങളൊന്നും കിട്ടുന്നില്ല. ഇൻഷുറൻസിൻ്റെ പൈസ ഒരുപാട് പൈസ കിട്ടാനുണ്ട്, അതും കിട്ടുന്നില്ല. പച്ചക്കറി ഈ പ്രാവശ്യം ഒരു മരം പച്ചക്കറി സ്കീമേ ഈ സർക്കാർ നടത്തിയിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യത്തെ സ്കീമും തന്നിട്ടില്ല. ചെങ്കൽ നെയ്യാറ്റിൻകര കൃഷിഭവൻ പരിധിയിലുള്ള ഈ കർഷകരുടെ പരാതികൾക്ക് മറുപടി നൽകേണ്ടത് സർക്കാരാണെന്ന നിലപാടിലാണ് കൃഷിവകുപ്പിലെ ഉദ്യോഗസ്ഥർ. കൃഷിവകുപ്പിൽ നിന്ന് നഷ്ടപരിഹാരത്തിനുൾപ്പെടെയുള്ള നടപടികൾ പൂർത്തീകരിച്ച് വകുപ്പിന് കൈമാറിയതായും ഉദ്യോഗസ്ഥർ അറിയിച്ചു. ഓണത്തിന് വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങളുടെ നിർദ്ദേശങ്ങൾ ലഭിച്ചിട്ടില്ലെന്നും ഉദ്യോഗസ്ഥർ പറയുന്നു. ന്യൂസ് 18 നെയ്യാറ്റിൻകര. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.